അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് കൺമണിയായിട്ടൊരു 2 ഡേ ട്രിപ്പ് പോവാണ്. തലേദിവസമായിരുന്നു പ്ലാൻ ചെയ്തത്. ഏർലി മോർണിംഗ് തന്നെ എല്ലാവരും വേഗം എണീറ്റ് പാക്കിങ് സ്റ്റാർട്ട് ചെയ്തു. 2 ദിവസമായി കാരണം അത്രയധികം പാക്കിംഗ് ഒന്നുമില്ല. എന്നാലും കമ്മണിക്ക് കുറച്ചധികം ഐറ്റംസ് എടുക്കാണ്ടായിരുന്നു. കമ്മണിയുടെ എല്ലാ ഐറ്റംസും എടുത്ത് വെച്ച് കുറച്ച് നേരം അവൾ എന്നെ നോക്കി. പിന്നെ ഞാൻ റൂമിലേക്ക് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ കണ്ടത് ആൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പെട്ടിയുടെ ഉള്ളിലിരുന്ന് ഡാൻസ് കളിക്കണതായിരുന്നു. കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നി. ആളിത് ഇങ്ങനെ കയറിയെന്നും പെട്ടെന്ന് വിചാരിച്ചേ. സേ ഹായ്. കൺമണി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഏകദേശം ഇതൊരു 9 to 10 hours ജേണിയാണ്. അപ്പം നമ്മളൊരു ഹറിബറി കൂട്ടാതെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 11 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പതിയെ ഭയങ്കര ഹാപ്പി ആയിട്ട് പാക്കപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു 1:30 ആയപ്പോൾ ശരവണഭവനെത്തി നമ്മൾ ലഞ്ച് കഴിച്ചു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീസൻ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു. അമ്മയും വെജ് മീൽസും, അച്ഛൻ ഗീ റോസ്റ്റും, ഋഷി മസാല ദോശയും, ഞാനൊരു വെജ് ബിരിയാണിയായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 1/2 hour ഞങ്ങൾക്ക് അവിടെ സ്പെൻഡായി. കമ്മണിക്ക് ഞങ്ങൾ റാഗി കുറുക്കും കൊടുത്തു. അതുപോലെ തന്നെ അവൾ കുറച്ച് ചോറും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 5 മണിയൊക്കെ ആയപ്പോൾ ചായ കുടിക്കാനായിട്ടൊരു കഫേയിൽ കയറി. അവിടെ നിന്ന് ബൺ മസ്കയും ചായയും അതുപോലെ തന്നെ ബർഗറും പിന്നെ പിസയുടെ സ്ലൈസും കുനാഫയൊക്കെ കഴിച്ച് എനർജറ്റിക്കായി വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. 10 മണിക്ക് മുന്നായിട്ട് ഞങ്ങൾ ട്രിവാൻഡ്രത്തെത്തി. അത് കഴിഞ്ഞ് ഞങ്ങൾ ആദ്യം ഡിന്നർ കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ അഗസ്ത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സൂപ്പർ പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ കയറിയത്. പ്രൈസ് കുറച്ചൊരു ഹൈ ആണ്, പക്ഷേ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഊത്തപ്പം, പൂരി ഭാജി, ചന ഭട്ടൂര, മൈസൂർ മസാല ദോശ, വെജ് നൂഡിൽസ്, ഫിൽറ്റർ കോഫിയൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ട് ഞങ്ങൾ പിന്നെ ടെമ്പിളിൽ പോയപ്പോൾ ടെമ്പിൾ ക്ലോസ്ഡ് ആയിരുന്നു. പക്ഷേ പുറത്തുനിന്ന് വ്യൂ ഒക്കെ കണ്ട് ജസ്റ്റ് അവരോട് ഓപ്പണിംഗ് ടൈമിംഗ് ഒക്കെ ചോദിച്ചു. ഏർലി മോർണിംഗ് 3:30 ടെമ്പിൾ ഓപ്പൺ ചെയ്യും. 7:30 വരെ നമുക്ക് മോർണിംഗ് ദർശന ടൈമാണ്. അത് കഴിഞ്ഞ് പിന്നെ ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുന്നത് 8:30ക്കാണ്. 8:30 തൊട്ടൊരു 11:30 വരെ ഉണ്ടായിരിക്കും. അപ്പോൾ ഉണ്ണിയും കൂടെ ഉള്ള കാരണം നമ്മൾ ഒരു 8:30ക്ക് മുന്നായിട്ട് അമ്പലത്തിലെത്തി ആ ഒരു ദർശന ടൈമാണ് നമ്മൾ പ്രിഫർ ചെയ്തത് കുറച്ചും കൂടി. അങ്ങനെ നമ്മൾ അടുത്തുള്ള ഒരു 1 kilometer ഡിസ്റ്റൻസ് ഉള്ള ചിരാഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിലായിരുന്നു സ്റ്റേ ഉണ്ടായിരുന്നത്. നമുക്കവിടെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആയിരുന്നു. 7:30 to 10:30 വരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കൂടി ടൈം അവൈലബിൾ ആണ്. റൂമിലെത്തി റെസ്റ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നെക്സ്റ്റ് ഡേ എഴുന്നേറ്റ് 7:30 ആയപ്പോൾ അമ്പലത്തിലെത്തി. കുറച്ച് വെയിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ ദർശനമൊക്കെ കഴിഞ്ഞൊരു 9:30 കൂടി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഹോട്ടലിൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഒരു 12 മണിയപ്പോൾ ചെക്കൗട്ട് ചെയ്തു. ഋഷിക്ക് 1-2 പേരെ മീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങളെ ലുലുവിൽ ഡ്രോപ്പ് ചെയ്തിട്ട് ലഞ്ചിന് റീജോയിൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് ഏകദേശം ഒരു 2 മണിയൊക്കെ ആയപ്പോഴേക്കും ഋഷി എത്തി. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിച്ച് പാരഗണിലായിരുന്നു കയറിയത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. മീൽസും നോൺ വെജ് മീൽസും ബിരിയാണിയും പൊറോട്ടയും അതുപോലെ പത്തിരിയും എല്ലാം അടിപൊളിയായിരുന്നു. ഉണ്ണി മോളും കുറച്ച് ചോറും തൈരും കഴിച്ചു. പിന്നെ ഞങ്ങൾ കൊല്ലത്തെത്തിയപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുത്ത് ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ എറണാകുളത്തായിരുന്നു നമ്മുടെ അടുത്ത സ്പോട്ട്. നമ്മളവിടെ കയറി. ബൃന്ദാവൻ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻറ്റാണ്. അവിടെ നിന്ന് ഡിന്നറൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ പതിയെ ഞങ്ങളൊരു 10:30-11 മണിയോട് കൂടിയിട്ട് എറണാകുളത്ത് നിന്ന് വീണ്ടും ജേണി സ്റ്റാർട്ട് ചെയ്ത് വീട്ടിൽ ഏകദേശം ഒരു 1 മണിയോടൊക്കെ കൂടിയിട്ടാണ് എത്തിയത്. കാരണം അത്യാവശ്യം കുറച്ച് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും കമ്പനി നല്ല ഉറക്കമായി.